ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളൊരു ക്രോഷ്യോ ബിഗിനറാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രോഷ്യോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ ഈ ക്രോഷ്യോ ജേർണിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ടൂൾസാണ് ആവശ്യം വരുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടോക്കാണ് ഇന്ന്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്, നിങ്ങളത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് പറയാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണക്റ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും കൂടെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് യാണാണ്. യാണാണ് നമ്മൾ ഈ ഒരു ക്രോഷ്യോ ജേർണിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. യാണിൽ തന്നെ ഒരുപാട് തരം യാൺസ് നമുക്ക് കിട്ടും. കോട്ടൺ മിക്സ് ആയിട്ടുള്ള യാൺ, അക്രിലിക് യാൺ, പിന്നെ സൈസിൽ തന്നെ ആണെങ്കിൽ ഫൈൻ യാൺ തൊട്ട് ജംബോ യാൺ വരെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് യാൺസ് ഉണ്ടാവും. നിങ്ങളെപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അക്രിലിക് യാണായിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു യാൺ എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങളൊരു ബേസിക് ക്വാളിറ്റി ആയിട്ടുള്ള യാൺ തന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഒരുപാട് ക്വാളിറ്റി ഇല്ലാത്ത യാണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പ്ലിറ്റ് ആയി പോകും. അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന യാണെന്ന് പറയുന്നത് മാജിക് നീഡിൽ എന്ന സൈറ്റിലെ ഹോബി സ്റ്റോറിൻ്റെ യാൺസ് ആണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു യാൺ തന്നെയാണ്. നമുക്ക് നല്ല നീറ്റ് സ്റ്റിച്ചസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ആ സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റി യാൺസ് ആണ്. സോ ഇനി നെക്സ്റ്റ് വരുന്നത് ഹുക്കാണ്. ഹുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു കളക്ഷനാണ് നിങ്ങളിത് കാണുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് തൊട്ട് ഇപ്പം നിലവിൽ യൂസ് ചെയ്യുന്ന വരെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഹുക്കുകളും ഉണ്ട്. എൻ്റെ ഏറ്റവും ചെറിയ സൈസ് തൊട്ട് എൻ്റെ ഹയസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 10mm ക്രോഷ്യോ ഹുക്ക് വരെയാണ്. അപ്പോൾ അത്രയും ഹുക്സ് നിങ്ങളുടെ കയ്യിൽ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിഗിനറായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു ആമസോൺ പോലുള്ള സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ബിഗിനേഴ്സ് കിറ്റ് എന്ന് പറഞ്ഞ് അതിൽ കാണിക്കും. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹുക്കുകളിൽ പലതും ഞാൻ അതേപോലത്തെ ഒരു ബിഗിനേഴ്സ് കിറ്റ് മേടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഹുക്കുകളാണ്. അതും ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്കും തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല കംഫർട്ടബിളാണ്. എനിക്ക് ഹാൻഡിൽ ഹുക്സാണ് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് രണ്ട് രീതിയിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഹാൻഡിലുള്ളതും ഇല്ലാത്തതും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് വരുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം ഇത് കൈ കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കയ്യിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൂള് ആക്കിയെടുക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഒരു രീതിയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ ഭയങ്കര വേദന എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന ഈ ഹുക്കെല്ലാം ഞാൻ പറഞ്ഞ ആ ബിഗിനേഴ്സ് കിറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇതും അതിൻ്റെ ഏറ്റവും ചെറിയ സൈസ് വരുന്ന ഹുക്സ് എല്ലാം ഞാൻ അതിൽ നിന്നാണ് കളക്ട് ചെയ്തത്. പിന്നെ ഞാൻ ഓരോ ടൈം പർച്ചേസിനൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത് കൂട്ടുന്നതാണ്. പിന്നെ അടുത്ത ഒരു ടൂൾ എന്ന് പറയുന്നത് സ്റ്റിച്ച് മാർക്കേഴ്സാണ്. ഈ സ്റ്റിച്ച് മാർക്കേഴ്സിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിഗിനറായിട്ടിരിക്കുമ്പോൾ പലതരത്തിലും ഈ ഒരു ക്രോഷ്യോ റിലേറ്റഡ് മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് വരാം. അതെല്ലാവർക്കും വരുന്ന കാര്യമാണ്. ബിഗിനർ അല്ലാത്തവർക്കും ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന മിസ്റ്റേക്കാണ് നമ്മളുടെ സ്റ്റിച്ചിൻ്റെ കൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് എൻഡ് ചെയ്തത്, എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്ത് അവിടെ മാർക്ക് ചെയ്യാം. അതായത് അപ്പോൾ നിങ്ങൾക്ക് അത് നെക്സ്റ്റ് റോസൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണ് എൻഡ് ചെയ്തതെന്നൊക്കെ ഉള്ളൊരു മാർക്കിങ് നിങ്ങൾക്ക് കിട്ടും. ഇനിയുള്ള ടൂൾ എന്ന് പറയുന്നത് ഈ ത്രെഡ് കട്ടറാണ്. ഈ ത്രെഡ് കട്ടർ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു സിസേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഈ ത്രെഡ് കട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ സിസേഴ്സാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് വെച്ചും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു ടൂളാണ് ഈ മെഷറിംഗ് ടേപ്പ്. ഈ മെഷറിംഗ് ടേപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ഫ്രോക്ക്, ഒരു ക്രോഷ്യോ യൂസ് ചെയ്ത് നിങ്ങളൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടികളുടെയും സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കുട്ടികളുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് മെഷറിംഗ് ടേപ്പ്. അടുത്ത നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് നീഡിൽസ് ആണ്. ഈ പ്ലാസ്റ്റിക് നീഡിൽസ് പോലെ തന്നെ നമുക്ക് സ്റ്റീൽ നീഡിൽസും കിട്ടും.
അപ്പോൾ ഇത് പ്ലാസ്റ്റിക് നീഡിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ തിക്കറായിട്ടുള്ള യാൺ, അതായത് ഇപ്പോൾ പോളിസ്റ്റർ യാൺ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് യാൺ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇത്രയും വലിയ ഭാഗം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ ത്രെഡ് ഇൻസേർട്ട് ചെയ്യാനും പറ്റും. പിന്നെ ഇത് അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു നീഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബൾക്കി ആയിട്ടുള്ള ഒരു ഡോൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങും കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് നോർമൽ നീഡിൽസ്. ഈ നീഡിലിനാണെങ്കിലും നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഈ നീഡിലും നമുക്ക് ടൈലൻസ് ഒക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ പല സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഞാനിങ്ങനെ ഒറ്റ സെറ്റായിട്ടാണ് ഞാൻ മേടിച്ചത്. അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് ഞാൻ ബേസിക്കലി ഇത് അമിഗുർമിയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇയറും ഹാൻഡും ലെഗ്സൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആ സ്പേസിങ്ങിൽ സെറ്റാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഹെഡഡ് പിൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ അമിഗുർമിയിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ഈ സേഫ്റ്റി ഐസ്. ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സേഫ്റ്റി ഐസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് നിങ്ങളുടെ ക്രിയേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം. ഒരിക്കലും നിങ്ങൾ സ്റ്റിക്ക് ചെയ്യണ ഐസ് അങ്ങനത്തെ മോഡലൊക്കെ കിട്ടും. അത് യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. നമ്മൾ കൂടുതൽ ഈ ഡോളൊക്കെ കുഞ്ഞു കുട്ടികളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ അവർക്ക് അത് എടുക്കാനുള്ള എളുപ്പമാണ്. ഈ സേഫ്റ്റി ഐസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിലുള്ള ബട്ടൺ വൺസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിപ്പോകാതെ നമുക്ക് പിന്നെ അത് ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ചും കൂടെ സേഫാണ്. ഈ സേഫ്റ്റി ഐസ് തന്നെ നിങ്ങൾക്ക് പല സൈസിൽ കിട്ടും. വലുതും ചെറുതും ഒക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതും പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് റാറ്റിൽ റിങ്സ് ആണ്. നിങ്ങൾ അമിഗുർമി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബേബി റാറ്റിൽസ് ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഹോൾഡറായിട്ട് കൊടുക്കുന്നതാണ് ഈ റാറ്റിൽ റിങ്സ്. ഇത് തന്നെ പല ഇഞ്ചുകളുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു 2 ഇഞ്ചസ് 1.5 1 ഇഞ്ച് അങ്ങനെയാണ്. ഈ ചെറിയ റിങ്സ് ഞാൻ കൂടുതൽ ഡീക്കോർ ഐറ്റംസിനും വലിയ റിങ് യൂസ് ചെയ്തിട്ടാണ് റാറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റാറ്റിൽ റിങ്ങും നിങ്ങൾക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. ആ റാറ്റിലിനുള്ളിൽ സൗണ്ട് മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ആ റാറ്റിൽ ബോൾസ് യൂസ് ചെയ്യുന്നത്. അത് ഉള്ളിൽ വെക്കുമ്പോഴാണ് നമുക്ക് റാറ്റിൽ നിന്ന് സൗണ്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു ടൂൾ എന്ന് പറയുന്നത് അത്ര എസെൻഷ്യൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എസെൻഷ്യൽ അല്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. കാരണം ഞാനിത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്രോഷ്യോ യൂസ് ചെയ്ത് എന്തെങ്കിലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബേബീസിന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഈ ബട്ടൺസൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം. പിന്നെ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പോളിഫൈബർ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഈ അമിഗുർമി ഡോൾസിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റഫിങ്ങിന് ഏറ്റവും നല്ലൊരു മെറ്റീരിയലായിട്ട് ഈ പോളിഫൈബർ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമിഗുർമി ഡോൾസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റഫിങ്ങും പഠിക്കേണ്ടതാണ്. കാരണം ഓവറായിട്ടും നമ്മൾ സ്റ്റഫ് ചെയ്യരുത്, സ്റ്റഫിങ് കുറഞ്ഞും പോകരുത്. ആ ഒരു ബാലൻസിൽ വേണം നമ്മൾ സ്റ്റഫ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതും നിങ്ങളൊരു ബിഗിനറായിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു വീഡിയോ ആയിട്ടിട്ടത്. അപ്പോൾ ഇങ്ങനത്തെ ക്രോഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണോ ഇല്ല എന്നൊക്കെ കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ നല്ല നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.